ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം സ്വലാത്തുൽ ഇസ്തിസ്ഖാഇ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടൊരു നിസ്കാരം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ശകന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂത്തൽ മതരി. ഒരിക്കൽ ജനങ്ങൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് മഴക്ഷാമത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മുസല്ലയിൽ, പള്ളിയിലല്ല സംഭവം, പൊതുമൈതാനത്തേക്ക് പോകുന്നു. അവിടെ മിമ്പർ വെക്കപ്പെടുന്നു. അങ്ങനെ ജനങ്ങളോടെല്ലാവരോടും അവിടെ വരാൻ വേണ്ടി പറയുന്നു. എല്ലാവരോടും മൈതാനത്തേക്ക് വിനയത്തോടുകൂടി പുറപ്പെടാൻ പറയുന്നു. അങ്ങനെ ആ ബാലവൃദ്ധം ജനങ്ങൾ പുറപ്പെട്ടു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവിടുന്ന് മിമ്പറിൽ കയറി തക്ബീർ ചൊല്ലി പടച്ചതമ്പുരാനെ സ്തുതിച്ചിട്ട് പറയുന്നു, ഇന്നക്കും ശകൗതും ജദ്ബദിയാരിക്കും വസ്തിഖാറൽ മതരി അന്നിബാനി സമാനിഹി അൻകും വഖദ് അമറകുമുല്ലാഹു അസ്സ വജല്ല അൻ തദഊ വവഅദകും അൻ യസ്തജീബ ലക്കും. ഓ എന്റെ ജനങ്ങളെ, നിങ്ങൾ വരൾച്ചയെ പറ്റി പരാതി പറയുന്നു, മഴ കിട്ടാത്ത, മഴ എന്തുകൊണ്ട് പിന്തുന്നു എന്ന് നിങ്ങൾ പരിഭവിക്കുന്നു. അല്ലാഹു ഇതാ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അൻതദഊഹു, നിങ്ങൾ അവനെ വിളിച്ചോളാനാണ്. അങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാമെന്നും അവൻ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നുവരെ ഓതിയിട്ട് പിന്നെ റസൂലുള്ള പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ്. അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യാൻ കഴിവുള്ളവനാണ്. അല്ലാഹുമ്മ അൻതല്ലാഹ്, അല്ലാഹുവേ നീയാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അൻത്, നീ അല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ, ഒരു ആരാധ്യനില്ല. നീ അൽ ഗനിയു, നീ എല്ലാ രൂപത്തിലുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള സഹായവും ആവശ്യമില്ലാത്ത നിരാശ്രയനാണ്. നീ എല്ലാം തികഞ്ഞവനാണ് റബ്ബേ. ഇതാ ഈ മൈതാനത്ത് തടിച്ചുകൂടിയിട്ടുള്ള ഞങ്ങളാവട്ടെ വനഹ്നുൽ ഫുഖറാ, ഞങ്ങൾ നിന്നെക്കൊള്ള ആവശ്യമുള്ള സാധുക്കളാണ്, നിന്നിലേക്ക് ആവശ്യമുള്ള പാവങ്ങളാണ് റബ്ബേ. അൻസിൽ അലൈനൽ ഗൈസ്, നീ ഞങ്ങൾക്ക് മഴ തരണം റഹ്മാനേ. വജഅൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാഹീൻ, ആവശ്യത്തിന് തികയുവോളം നീണ്ടു നിൽക്കുന്ന നിലക്ക് നീ ഞങ്ങൾക്ക് പവർ തരണം, നീ ഞങ്ങൾക്ക് ശക്തി തരണം എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അങ്ങ് ഉയർത്തുകയാണ്. അങ്ങനെ അവിടുത്തെ കക്ഷത്തിന്റെ വെള്ളപ്പ് വളരെ പ്രകടമാകുവോളം അവിടുന്ന് കൈ അങ്ങ് ഉയർത്തി. എന്നിട്ട് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നു. അതുപോലെ തന്നെ ഈ അവസ്ഥക്കൊരു മാറ്റം വരണം എന്നതിന്റെ സൂചനയായിക്കൊണ്ട് തട്ടമൊന്ന് ശരിക്ക് ഇട്ട ഭാഗത്തിരുന്ന് വേറെ ഭാഗത്തേക്കൊന്ന് മാറ്റിയിടുകയും സുമ്മാഖ്ബലാലന്നാസി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വസല്ലാ റകഅതൈൻ, 2 റകഅത്ത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനുള്ള നിസ്കാരം നടത്തുന്നു. അപ്പോഴേക്കോ സഹാബത്തൻ, അതാ പടച്ചതമ്പുരാൻ ഉണ്ടാക്കി കഴിഞ്ഞു. സഹാബത്തൻ നല്ലൊരു കാർമേഘം, മേഘം വന്നു എന്ന് മാത്രമല്ല ഫറഅദത്ത് വബറഖത്ത്, ഇടിമിന്നാൻ തുടങ്ങി, ശക്തമായി ഇടിയും മിന്നലും വന്നു തുടങ്ങി. സുമ്മ അംതറത് ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അതാ മഴയങ്ങ് ചൊരിയുന്നു. ഫലം യഅതി മസ്ജിദഹു ഹത്താ സാലത്തിസ് സുയൂൽ, പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് വരിയായി ായിക്കൊണ്ട് ചാലിട്ടൊഴുകിയിരിക്കുന്ന വെള്ളം. അങ്ങനെ ജനങ്ങളൊക്കെ മഴയില്ലാതെ വിഷമിച്ചിട്ടാ മൈതാനത്ത് വന്നത്. പിന്നെ പോകുമ്പോ ഈ പെരും മഴയാണ്. ആ അവസരത്തിൽ താമസ സ്ഥലത്തേക്കും കൂടാരങ്ങളിലേക്കുമൊക്കെ നനഞ്ഞൊലിക്കാതിരിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഓടിപ്പോക്ക് കണ്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അങ്ങ് ചിരിച്ചുപോയി. ഹത്താ ബദത് നവാജിദുഹു, അവിടുത്തെ മുൻപല്ലുകൾ വെളിവാകുവോളം. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇതാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ജനങ്ങളെ, റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവൻ തന്നെ. വ അന്നീ അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണെന്ന് ബോധ്യമായില്ലേ എന്നിങ്ങനെ സന്തോഷം പറഞ്ഞിട്ട് ചിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിൽ കാണുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും ഒക്കെ റസൂലുള്ളാഹി
അല്ലാഹുവിലേക്ക് തന്റെ വിഷമം പറയുകയാണ്, ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇതേ രൂപത്തിൽ ജനങ്ങൾ പരാതിയുമായി വന്നപ്പോ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസാ മരീഅൻ മരീഅൻ നാഫിഅൻ ഗൈറ ദാർ ആജിലൻ ഗൈറ ആജിൽ എന്നിങ്ങനെ റസൂലുള്ളാഹി ദുആ ചെയ്യുന്നു. ഓരോന്നെടുത്തുകൊണ്ട് പടച്ചവനെ ഉപകാരപ്രദമായ മഴ, ഭിക്ഷമായ മഴ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഇല്ലാത്ത മഴ, പെട്ടെന്നങ്ങ് തകർത്ത് പെയ്തുകൊണ്ട് ആകെക്കൂടി പ്രളയം വരാത്ത നിലക്ക് ജനകാരപ്രദമായ പടച്ചവനെ ഞങ്ങൾക്ക് മഴ തരണം എന്നിങ്ങനെ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവിടുത്തെ ഇരുകരങ്ങൾ മാനലോകത്തേക്ക് ഉയർത്തിയിട്ട് നിന്ന് ദുആ ചെയ്യുന്ന, നിസ്കാരം നിർവഹിക്കുന്ന ആ ഒരു ചര്യയാണ് മുസ്ലിം ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതാണ് ഇപ്പൊ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം, അവനോട് തേടണം, അവനോട് പ്രാർത്ഥിക്കണം. അവന്റെ മുമ്പിൽ വിനയാന്തനായിക്കൊണ്ട് ആളുകൾ മുഴുവൻ വന്നുകൊണ്ട് നിസ്കരിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ കാണിച്ചിരുന്നത്. അതല്ലാതെ ഭൂമിദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭൂമി പൂജ നടത്തുന്ന വിഡ്ഢികളുണ്ട് ലോകത്ത്. സന്യാസിമാരും മഹർഷിമാരും ഒക്കെ അതുപോലെയുള്ള ആളുകളൊക്കെ പ്രത്യേകമായ വസ്ത്രം ധരിച്ചുകൊണ്ട് വ്രതവും അനുഷ്ഠിച്ചു വന്നിട്ട് ഭൂമിദേവിയെ പ്രസാദിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി പൂജ നടത്തുന്നവരും, അതുപോലെ തന്നെ പല രൂപത്തിൽ പലരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടി പല സമ്പ്രദായങ്ങളും ലോകത്ത് നടത്തുന്നവരുണ്ട്. അതുകൊണ്ടൊന്നും മഴ കിട്ടില്ല. അത് റബ്ബ് പൊരുത്തപ്പെടുന്ന മാർഗമല്ല. മഴക്ക് ക്ഷാമം നേരിട്ടാൽ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട രൂപവും വചനങ്ങളും ഒക്കെ പ്രവാചകൻ പറഞ്ഞു. അതനുസരിച്ചങ്ങ് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അതേ അവസരത്തിൽ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ഈ കൃത്യമായ ആചാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കണ്ടുവരാറുള്ള സമ്പ്രദായം എന്താണ്? എങ്കിലും മഹാത്മാക്കളുടെ മക്ബറയിൽ പോയി സങ്കടം പറയുന്ന സമ്പ്രദായം, ഖബറാളികളോട് മഴയ്ക്ക് വേണ്ടി തേടുന്ന സമ്പ്രദായം, അവരുടെ തലക്കുഭാഗത്ത് പുതപ്പിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തൂക്കിയിട്ടിട്ടുള്ള അവർ പറയുന്ന അത്ഭുത കൊടിയെടുത്തുകൊണ്ട് ഊരു ചുറ്റുന്ന സമ്പ്രദായമാണ് പലയിടത്തും മഴയ്ക്ക് വേണ്ടി കണ്ടുവരുന്നത്. മുമ്പ് കാലത്ത് ചെയ്തിരുന്ന ആ സമ്പ്രദായത്തെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഒരു ദിനപത്രത്തിൽ അതാ അവര് കൃത്യമായി തന്നെ പരിചയപ്പെടുത്തിയത് മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി കേട്ടോ. മഴ പെയ്യാനുള്ള സംവിധാനം, മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി എന്നാ പറയുന്നത്. 1997 ജൂലൈ 25 ഇറങ്ങിയിട്ടുള്ള സിറാജ് എന്ന് പറയുന്ന ദിനപത്രത്തിന്റെ കുബൂരിസത്തിന്റെ ഹോൾസെയിൽ വ്യാപാരികളുടെ തന്നെ പത്രമാണ്. അവരുടെ തന്നെ സിറാജ് പത്രത്തിന്റെ ഫ്രൈഡേ ഫീച്ചറിൽ വെള്ളിയാഴ്ച ഇറങ്ങിയ പത്രമാണ്. അതിൽ കാണാം മഴ പെയ്യാൻ മമ്പുറത്തെ കൊടി. മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള സുന്നത്താണോ? നിങ്ങൾ നോക്കൂ എന്താ പറയുന്നത്. വരൾച്ച കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോഴും നടപ്പ് ദീനങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഏറനാടിന്റെ മക്കൾ മമ്പുറത്തെ കൊടിയെടുക്കുന്നു കേട്ടോ. വരൾച്ച കൊണ്ട് ദുരിതം അനുഭവിക്കുമ്പോഴും നാട്ടിൽ നടപ്പ് ദീനങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഏറനാടിന്റെ മക്കൾ അഭയം തേടുന്നത് മമ്പുറത്തെ കൊടിയിലാണ്. റസൂലുള്ളാഹിയുടെ സമ്പ്രദായമാണോ ഇത്? സ്വഹാബത്തിന്റെ സമ്പ്രദായമാണോ ഇത്? അവർ കൊടിയെടുക്കാനാണ് പോണത്. ആ കൊടിക്ക് വേണ്ടി ഗ്രാമീണർ കാത്തിരിക്കും. ആകാംക്ഷമുറ്റിയ കണ്ണുകൾ, ആഘാതം മലയടിക്കുന്ന ഹൃദയങ്ങൾ, കോളറ, വസൂരി, വരൾച്ച, കീടങ്ങളുടെ ശല്യം മൂലം കൃഷിനാശം എന്നിവ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ഗ്രാമങ്ങളുടെ മനസ്സിന് കുളിരുവാകുന്നു. എങ്ങും ആവേശത്തിന്റെ തരംഗങ്ങൾ. എന്താ കൊടിയെടുക്കണീന്റെ ആരവാരപ്പായി പറയുന്നത്? എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയുടെ തലഭാഗത്തുള്ള കൊടിയാണ് മഴക്കും നടപ്പുദീനത്തിനും കൃഷിനാശത്തിനുമൊക്കെ എടുക്കുന്നത്. മമ്പുറം മഖാമിൽ നിന്ന് കൊടിയെടുക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം ഹിജ്റ 1183 ശേഷമാണെന്ന് കരുതപ്പെടുന്നു. അതിന് മുമ്പുള്ള മുസ്ലിമീങ്ങളൊക്കെ എന്താ ചെയ്തത്? അത് ഇവർക്ക് പരിചയമില്ല. ഇവരതിന്റെ ശേഷമുള്ള കാര്യമാ പറയുന്നത്. അങ്ങനെ തന്റെ അമ്മാവനായ സയ്യിദ് ഹസൻ ജിഫിരി തങ്ങളുടെ മക്ബറക്കരികിൽ ഉയർത്തിയ കൊടി എടുത്തു കൊടുത്തുകൊണ്ട് സയ്യിദ് അലവി തങ്ങൾ ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു എന്നാ പറയുന്നത്. ഏറ്റവും ഒടുവിൽ മമ്പുറത്ത് നിന്ന് കൊടിയെടുത്തത് 1991 സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയുടെ തലഭാഗത്തുള്ള മനോഹരമായ 50-ലധികം കൊടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളതും അധികം ഭംഗിയുള്ളതുമായ കൊടിയാണ് എടുക്കുന്നത്. ഇന്നും ആചാരത്തനിമ നിലനിർത്തുന്ന ചുരുക്കം ചില മക്കാമുകളിൽ ഒന്നാണ് മമ്പുറം മക്കാം.
നോക്കണം. പൊന്നാനി, പുത്തമ്പള്ളി, പുതിയങ്ങാടി എന്നീ ഏറനാട്ടിലെ പ്രധാന മക്കാമുകളിൽ നിന്ന് കൊടിയെടുക്കുന്ന പതിവില്ല. ഈ സമ്പ്രദായം ഉള്ളത് മമ്പുറത്ത് മാത്രമാണ്. അപ്പൊ മഴ പെയ്യാൻ മമ്പുറത്ത് കൊടിയെടുക്കുക. പിന്നെ ആ കൊടിയുടെ മദ്ഹ പറയുന്നത്, പിന്നെ ഒരുപാട് മദ്ഹ പറയുന്നുണ്ട്. ഈ മഴ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഷർത്തുകളുണ്ട്. മുസ്ലിം ലോകത്തിന് പരിചയം എന്താണ്? മൈതാനത്തേക്ക് പോകുമ്പോ എന്തൊക്കെ ഷർത്ത് പാലിക്കണം, നിസ്കാരത്തിന് എന്തൊക്കെ മര്യാദ പാലിക്കണം, ഖുതുബയിൽ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ ദുആ ചെയ്യണമെന്നാണ് മഹാനായ ദീനിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ള പഠിപ്പിച്ചതെങ്കിൽ ഇതാ ഈ പുത്തൻവാദികൾക്ക് മഴ കിട്ടാൻ കൊടിയാണ് ശരണം. ആ കൊടിയെടുക്കാൻ പോകുമ്പോൾ തന്നെയുള്ള ഷർത്തുകൾ കേട്ടോ. മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നാണ് ഇവിടുത്തെ നിയമം. വെറുതെ അങ്ങ് വന്ന് കൊടിയെടുത്താ പോരാ, ശൈത്താന്റെ പണിയല്ലേ. അപ്പൊ ശൈത്താന് നല്ല സന്തോഷം ഉണ്ടാകാൻ ഡുണ്ടും പിപ്പിപ്പിയൊക്കെ വേണം. അപ്പൊ മുട്ടും വിളിയുമായിട്ട് വരണം, ചെണ്ടയും ബാൻഡും ഒക്കെ ആയിട്ട് വരണം. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കൂല. സിറാജുകാരനാണ് എഴുതുന്നത്. ആ നിയമം അത് നിർബന്ധമായ ഒരു ഷർത്താണ്. ഏതുപോലെ ഉളു ഇല്ലാതെ നിസ്കരിക്കാൻ ചെന്നാ റബ്ബ് നിസ്കാരം കബൂലാക്കോ. അപ്പൊ ഉളു നിസ്കാരത്തിന്റെ ഷർത്തായതുപോലെ മമ്പർത്ത് കൊടി കിട്ടണമെങ്കിൽ വെറുതെ അങ്ങ് കയറി ചെന്നാ പോരാ, നല്ല വാർത്തിയ മുട്ടും അതുപോലെ തന്നെ പിപ്പിപ്പിയും അതുപോലെ തന്നെ ബാൻഡ് വാദ്യവും ഒക്കെ ആയിട്ട് കയറി ചെല്ലണം. അല്ലാത്തവർക്ക് കിട്ടില്ല. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. അമ്പർത്തെ തങ്ങൾ ഉള്ളപ്പോഴേ ഈ നിയമം കർശനായിരുന്നു എന്നാ പറയണത്. എന്നിട്ടോ പിന്നെ പറയാണ്, മുട്ടും വിളിയും കൊണ്ടുവന്നാലുമുണ്ട് കൊടി കിട്ടാൻ ചില കടമ്പകളൊക്കെ. ഇനി അതൊക്കെ വന്നാലുണ്ട് കൊടി കിട്ടാൻ ചില കടമ്പകൾ. ആദ്യം അവർ ചെറിയൊരു തുക അവിടെ കെട്ടിവെക്കണം. അതാ മെയിൻ ഷർത്ത്, അതാണ് മെയിന്, ഇതാണ് അതിന്റെ ആകെ അടിത്തറ. ഒരു തുക അവിടെ കെട്ടിവെക്കണം. അതിനുശേഷം അവിടുത്തെ ഖതീബിന്റെ വകയായുള്ള പ്രാർത്ഥനയും മൂപ്പര പ്രാർത്ഥന തന്നെ വേണം. കൊടി കൊണ്ടുപോകുന്ന നാട്ടുകാരുടെ ഉദ്ദേശങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഭാസാംഗം പ്രസംഗവും കഴിയണം. എല്ലാവർക്കും കൊടി പിടിക്കാൻ അനുവാദമില്ല. കൊടിമ തൊടാനും ചില ആളുകളൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും ഒന്ന് പിടിക്കാൻ പറ്റിയ കൊടിയല്ല. മക്കാമിലെ സ്ഥിരം വല്ലമാർക്കേ അതിന് അനുവാദമുള്ളൂ. സ്ഥിരം പൂജാരിക്കേ തൊടാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് തൊടാൻ പറ്റൂല എന്നർത്ഥം. പ്രാർത്ഥനയും പ്രസംഗവും കഴിഞ്ഞാൽ അവരിൽ ആരെങ്കിലും ഒരാൾ മഖ്ബറയുടെ തലഭാഗത്തുള്ള കൊടികളിൽ സാധാരണ കൊണ്ടുപോകാറുള്ള കൊടി എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങും. എങ്ങനെ മഴ കിട്ടുന്നതാ പറയണേ? കൊടി ഉയർത്തിപ്പിടിച്ചവർ ഗ്രാമത്തെ ലക്ഷ്യമാക്കി നീങ്ങും. അതിന്റെ പിന്നിലായി സുഗന്ധമുള്ള പുകച്ചുരുളുകൾ ഉയർത്തുന്ന ഉലുവാൻ കൂടുമായി മറ്റൊരാളും നീങ്ങും. ഉലുവാൻ പുകച്ചിട്ട് പിന്നാലെ ഒരാളും നീങ്ങും. എന്നിട്ടോ ജനക്കൂട്ടം അതിന്റെ പിന്നിൽ ഓരോരുത്തരായി അവർക്ക് പിന്നിൽ എന്ന് പാടിക്കൊണ്ട് ജനക്കൂട്ടവും ഏറ്റവും ഒടുവിൽ മുട്ടും വിളിക്കാരും നീങ്ങും. അതിന്റെ പിന്നാലെ ഇങ്ങനെ തെർത്തീവുണ്ട്. ഓരോരുത്തരും മുമ്പിൽ അതിന്റെ പിന്നിൽ അതിന്റെ അടുത്തത് ഇങ്ങനെ പിന്നാലെ മുട്ടും വിളിക്കാരും നീങ്ങും. ഗ്രാമത്തിലെല്ലാം കൊണ്ടു നടന്ന് തിരിച്ച് അതേ ആരവത്തോടുകൂടി തന്നെ മഖാമിൽ കൊണ്ടുവെക്കുന്നത് വരെ ആദ്യം പിടിച്ചാൽ മറ്റൊരാൾക്ക് കൊടി കൈമാറാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിബന്ധനയോടുകൂടി അവര് മമ്പർത്ത് കൊടി കൊണ്ടുപോയിട്ടാണ് മഴ കിട്ടിയിരുന്നത്. ഇത് ഇസ്ലാമാണോ സുഹൃത്തുക്കളെ? ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് മഴ കിട്ടാൻ പഠിപ്പിച്ച നിയമം ഇതാണോ? അതാണോ? അല്ല. ഇതാ നമ്മൾ പറയുന്നത് വെറുതെ ആരെങ്കിലും വിമർശിക്കാൻ പറയുന്നതല്ല. ഇവർ ഇസ്ലാമിനെ അല്ല പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയാനാണ്. ഇവർ എന്ത് സുന്നത്ത് ജമാഅത്താണ് ഇവർക്ക്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അസ്സുന്നത്തു മാ സന്ന റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖിന്റെ ചര്യ കൊണ്ട് നടക്കുന്നതാണ് സുന്നത്ത്. വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഐക്യകണ്ഠേനയുള്ള പ്രവർത്തനങ്ങളാണ് ജമാഅത്ത്. ഈ കാര്യം സുന്നത്തിലുണ്ടോ? ജമാഅത്തിന്റെ അഥവാ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിന്റെ പ്രവൃത്തിയിലുണ്ടോ? ഇതെന്നാ തുടങ്ങിയത്? അതല്ലേ റസൂലുള്ള പറഞ്ഞത്? പിൽക്കാലത്ത് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുത്തൻവാദവുമായി രംഗത്ത് വരും. ദജ്ജാലൂന കസ്സാബൂന, കള്ളന്മാര് നുണ പറയുന്ന കുറെ ആളുകൾ രംഗത്ത് വരും എന്റെ ഉമ്മത്തിൽ. എന്നിട്ടോ അവർ നിങ്ങളെ സമീപിക്കും. മാലം യഅതി, അവർക്ക് ഏത് കാര്യങ്ങളുമായിട്ടാണ് അവർ വരുന്നത്? നിങ്ങളോ അൻതും വലാബാവുക്കും, നിങ്ങളോ നിങ്ങളുടെ പൂർവീകർക്കോ കേട്ട് പരിചയമില്ലാത്ത ആദർശങ്ങളുമായി വരും.
റസൂൽ ആരോടാ പറയുന്നത്? സ്വഹാബത്തിനോട്. ഓ സ്വഹാബത്തെ, നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികളായ ലോക മുസ്ലിമീങ്ങൾക്കും മഴക്ക് ക്ഷാമം നേരിട്ടാൽ അവർക്ക് റബ്ബിനോട് പറയലല്ലേ പരിഹാരം പഠിച്ചത്? അവർക്കൊന്നും പരിചയമില്ലാത്ത ഇജാറത്ത് പോയിട്ടൊരു കൊടിയെടുത്ത് മുട്ടും വിളിയുമായിട്ട് നടന്നു നീങ്ങുന്ന ചില വർത്തമാനമടക്കമുള്ള വർത്തമാനങ്ങളുമായി ആളുകൾ വരുമ്പോ അവര് നിങ്ങളെ പഴപ്പിക്കാതെ നോക്കിക്കൊള്ളണേ. അവരെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയിലാവണേ, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ എന്ന് മഹാനായ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കോ. ആരാ പുത്തൻവാദികള്? ആരാണിവിടെ ബിദ്അത്തുകാര്? ആരാണിവിടെ നവീന ചിന്താഗതിക്കാര്? റസൂലും സഹാബത്തിന്റെയും മാർഗത്തിൽ നിന്ന് പോയിട്ടുള്ള ബിദ്അത്തുകാർ ആരാ? അതാ ചിന്തിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലത്ത് സ്വഹാബത്തിന് ക്ഷാമം നേരിട്ടപ്പോ റസൂലുള്ളാഹിയുടെ മുമ്പിൽ പോയി പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ എന്താ ചെയ്തത് എന്ന് നേരത്തെ നിങ്ങൾ കേട്ടു. അവിടുത്തെ ഇരു കരങ്ങളും വാനലോകത്തേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നിന്നങ്ങ് ദുആ ചെയ്തു എന്നല്ലേ പറഞ്ഞത്? അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ ഒരു സിദ്ധന്റെ കറാമത്ത് എഴുതി വിട്ടിരിക്കുകയാണ് സുന്നത്ത് മാസികക്കാരൻ. സുന്നത്ത് മാസികയിൽ നമുക്ക് കാണാം, ജനുവരി 1995 സുന്നത്ത് മാസികയിൽ അനശ്വര പ്രതിഭകൾ എന്ന് പറഞ്ഞുകൊണ്ട് വേങ്ങര കോയപ്പാപ്പ ബ്രാക്കറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം അല്ലാഹു പ്രകാശപൂരിതാക്കട്ടെ എന്നാണ്. അപ്പൊ വേങ്ങര കോയപ്പാപ്പ ഇതൊരു സാധു മനുഷ്യനായിരുന്നു. വേങ്ങര കോയപ്പാപ്പാന്റെ വലിയ കറാമത്തന്റെ മൂപ്പരിക്ക് അദ്ദേഹം, സുഹൃത്തുക്കളെ, ആ വ്യക്തി മരിച്ചുപോയി. നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന് തലക്ക് സുഖമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനസികമായ അത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സഹോദരൻ അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് വിധേയരായ ഒരു വ്യക്തിയായിരുന്നു കോയപ്പാപ്പ. അയാൾ നിസ്കരിക്കാറില്ല, നോമ്പ് വിൽക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല. റമദാനിന് പോലും വീടിയൊക്കെ വലിച്ച് നടക്കും. ഒന്നും തിരിയാത്തൊരു കാക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുളിക്കാൻ പോലും അദ്ദേഹത്തിന് അറിയാറില്ല. എന്നിട്ട് അതും വലിയൊരു കറാമത്തായിട്ട് എഴുതിയിരിക്കുന്നു ഈ വാരികയിൽ. നിങ്ങൾ നോക്കൂ, കോയപ്പാപ്പ കുളിക്കുന്നതായി ആരും കണ്ടിരുന്നില്ല. പക്ഷേ കുളിക്കാതിരുന്നിട്ടും മഹാന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായിരുന്നില്ല. വലിയ കറാമത്ത്. എന്നിട്ടോ പിന്നെ ഒരു ദിവസം ചിലർ മഹാനെ ഒന്ന് കുളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങകലെ ഒരു തോട്ടിൽ കൊണ്ടുപോയി മുക്കാനായിരുന്നു തീരുമാനം. അവർ വളരെ ആദരപൂർവ്വം ഉപ്പാപ്പയെ വിളിച്ചു. അദ്ദേഹം അവരുടെ കൂടെ പോവുകയും ചെയ്തു. മഹാനവറുകൾ മുന്നിലും കൂടെയുള്ളവർ പിന്നിലും കുറെ അങ്ങ് നടന്ന് തോട്ടിന്റെ അടുത്തെത്താറായി. ശൈഖുന അവിടെ നിന്നു. ഇനി നിങ്ങൾ നടന്നോളൂ, ഞാൻ പിന്നിൽ നടക്കാം എന്ന് പറഞ്ഞ് കഥാപുരുഷൻ പിന്നോട്ട് നടന്നു. നിങ്ങളുടെ ഈ പണി നടക്കാൻ പോകുന്നില്ല കേട്ടോ. പണി ഒപ്പിച്ചവർ അമ്പരന്ന് പോയി. അപ്പോഴൊക്കെ മൂപ്പർക്ക് കൈപറിഞ്ഞു, നിങ്ങളെ കുളിപ്പിക്കാനാ കൊണ്ടോണ്, ഇതിലിപ്പോ തല വൈബുണ്ടോ? കുളിക്കാത്ത തന്നെ തോട്ടുങ്ങൾ കൊണ്ടോണ് കുളിപ്പിക്കാനാ ആർക്കും തിരിയൂലേ? മൂപ്പര് നിങ്ങളുടെ കുളിപ്പിക്കാനാ കൊണ്ടോണില്ലേ? ഇത് നടക്കൂലട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പര് അന്നും കിട്ടിയില്ലാന്നാണ്. നാട്ടുകാര് ശ്രമം നടത്തിയിട്ട് ഒരിക്കൽ പോലും കുളിപ്പിക്കാൻ കിട്ടിയിട്ടില്ല. ഇതപ്പോ മൂപ്പര് വലിയ കറാമത്ത്. ഈ കറാമത്തുള്ള ആള് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ എന്താ ചെയ്തത് കേട്ടോ? കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. തങ്ങളെ മഴയില്ല. അപ്പൊ മൂപ്പര് ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പര് ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. മഴക്കില്ലാത്തതിന് പരിഹാരം ചെയ്തതാ. ഉടുതുണി അങ്ങ് പൊക്കിയിട്ട് മൂത്രിച്ചു. ഇനി നിങ്ങൾ പൊയ്ക്കോ, മഴ ഉടനുണ്ടാകും. ഇനി പൊയ്ക്കോതാ, അതിന്റെ ആരവാരം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. അതാ വരുന്നു തകർപ്പൻ മഴ. എന്ത് ഇതാ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സൂചനയായിട്ട് മൂപ്പരങ്ങ് ഉടുതുണി പൊക്കിയിട്ട് മൂത്രമൊഴിച്ചു. മാത്രല്ല നമ്മൾ വിചാരിക്കുന്നത് ഒരിക്കലായി സംഭവം എന്ന്. ഈ നാണം കെട്ട വർഗ ഉളുപ്പില്ലാതെ ഇതിവിടുന്ന് കേട്ടോ, മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരിക്കലൊന്നുമല്ല, ഇത് ഒരിക്കലുള്ള പരിപാടിയൊന്നുമല്ല. മുണ്ട് നിന്ന് മൂത്രമൊഴിച്ച സംഭവം
മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഏതാനും സംഭവങ്ങൾ പൊക്കിപ്പിടിച്ച് ചില കുബുദ്ധികൾ വന്യനായ കോയപ്പാപ്പ അവരുകളെ താറടിക്കുന്നതായി കാണാം. മജ്ദൂബായ ഔലിയാക്കളുടെ മർത്തബകളും അവരുടെ അഹ്വാലുകളും അറിയാത്തത് കൊണ്ടോ അറിവില്ലായ്മ നടിക്കുന്നത് കൊണ്ടോ ആണ് ഇക്കൂട്ടരതിന് മുതിരുന്നത്. ഇവരുടെ ഹീനമായ ജൽപ്പനങ്ങൾ ബുദ്ധിയുള്ളവർ അവജ്ഞയോടെ തള്ളുന്നു. ഒക്കെ നിങ്ങളിതിനെ എതിർക്കുന്നത് ബുദ്ധിയില്ലായ്മയാണ്, വങ്കത്വമാണ്. മഹാനവറുകളുടെ അഹ്വാൽ അറിയാത്തത് കൊണ്ടാണ്, മഹാനവറുകളുടെ ഹാൽ അറിയാത്തത് കൊണ്ടാണ്, മർത്തബ അറിയാത്തത് കൊണ്ടാ. ഇതൊക്കെ മുമ്പും മൂപ്പർക്ക് പണി തന്നെയാണെന്ത്, എന്നും നിന്നിട്ടാ മൂത്രയിക്കാൻ മുണ്ടാണ് വെക്കിയിട്ട് നിന്നാണ് മൂത്രയിക്കും. കുട്ടികൾ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ അലിഫ് നോക്കി ചിരിക്കും ചെയ്യും. ഇതാണ് അവിടുത്തെ പരിപാടി. എന്നിട്ട് അത് വലിയ കറാമത്തായിട്ട് എടുത്ത് പറയാ പാവം മനുഷ്യന്റെ കാര്യം. നോക്കണം നിങ്ങൾ, ഇത് അഷ്റഫുൽ ഖൽഖിന്റെ ശരിയാണോ? അഷ്റഫുൽ ഖൽഖിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് ചെന്ന് വിഷമം പറഞ്ഞപ്പോ റസൂലുള്ളാഹി എന്താ ചെയ്തത്? ഇരു കൈകളും അങ്ങ് വാനത്തേക്ക് ഉയർത്തിയിട്ട് നിന്നങ്ങ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോ ഉപ്പാപ്പ എന്താ ചെയ്തത്? ഈ ഉടുമുണ്ടങ്ങ് ഉയർത്തിയിട്ട് നിന്നങ്ങ് മൂത്രിച്ചു. എന്താ വ്യത്യാസം? ഒരാൾ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ ആരംഭ റസൂലുള്ളാഹി ലോക മുസ്ലിമീങ്ങളുടെ നേതാവ് അതാ ചെയ്തത്. ഇയാളോ ഉടുതുണി അങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രയിച്ചു. ഇതിനാ മഴ കിട്ടിയത്. അപ്പ വരും പിന്നാലെ തകർപ്പൻ മഴ. ഈ നിലക്ക് ഇസ്ലാമിന്റെ സമ്പ്രദായങ്ങളെ കൊഞ്ഞരംഗത്തുന്ന ആളുകൾ പറയാണ് മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് പട്ടാളപ്പള്ളിയിലും മൊഹീദ്ദീൻ പള്ളിയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ പാന്റൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന മുസാഫിരീങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇരുന്ന് മൂത്രയിക്കാൻ അസൗകര്യമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് കാലുമടങ്ങാത്ത ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സക്കായി വരുന്ന രോഗികളെയൊക്കെ കണക്കിലെടുത്തിട്ട് നിന്ന് മൂത്രയിക്കാനുള്ള സംവിധാനം പള്ളിയുടെ ഒരു ഭാഗത്ത് ചെയ്തപ്പോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ മുസ്ലിയാക്കന്മാരുണ്ടാകാത്ത പുകിലൊന്നുമില്ല. അവരാകെ കൂടി പ്രസംഗിച്ച് വഷളാക്കിയത് കണ്ടോ. പള്ളിയിൽ പാത്തിയോന്റെ പേരക്കുട്ടികളാ വഹാബിന്റെ പള്ളി കണ്ടില്ലേ? കോഴിക്കോട്ടെ പള്ളിയിൽ നിന്ന് മൂത്രയിക്കാൻ കേരളത്തിൽ സംവിധാനം മുജാഹിദിന്റെ പള്ളിയിൽ മാത്രമാണ്. അങ്ങനെ കാലുമടങ്ങാത്ത മൊയ്ലേന്മാര് വരെ നിന്ന് മൂത്രയിക്കാൻ തെരഞ്ഞു വന്നിരുന്നത് ആ തണ്ടാസ് നോക്കിയിട്ട്, ആ ടോയ്ലറ്റ് നോക്കിയിട്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വേറെ മനസ്സിലാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, നിന്ന് മൂത്രയിക്കാൻ സംവിധാനം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞ് മുജാഹിദുകളെ കുതിര കയറിയിരുന്ന, അവരെ മേക്കെട്ട് കയറിയിരുന്ന പുരോഹിതന്മാര് തങ്ങളിപ്പാപ്പാന്റെ വലിയ കറാമത്ത് പറഞ്ഞ എന്താ? മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിക്കുന്ന പരിപാടി മൂപ്പർക്ക് മറ്റ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. നോക്കണം നിങ്ങൾ, ഒരിക്കലല്ല പലപ്പോഴും. ഇരിക്കാൻ വയ്യാഞ്ഞിട്ടല്ലോ. അപ്പൊ ഇരിക്കാൻ വയ്യാത്ത ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവിടെ ആ പരിപാടി ഉണ്ടാക്കിയപ്പോ കളിയാക്കിയ ആളുകൾക്കിപ്പോ ആട്ടം മുട്ടിയിട്ടുണ്ടാകും, നാക്കടങ്ങിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സമ്പ്രദായം അതൊന്നുമല്ല. ഇവർക്ക് കറാമത്ത് നട, ഇത് സുന്നത്ത് മാസികയാണ്. സുന്നത്ത് മാസിക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കാന്തപുരത്തിന്റെ കൂടാരത്തിൽ നിന്നിറങ്ങുന്ന, കോഴിക്കോട് നിന്നിറങ്ങുന്ന അവരുടെ തന്നെ മാസികയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. 1995 ജനുവരിയിൽ നമുക്കത് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗവും ബിദ്അത്തുകാരുടെ മാർഗവും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഇവരിപ്പങ്ങനെ പറഞ്ഞു നടക്കുന്നത്, ആ മഴക്ക് ക്ഷാപം നേരിട്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാള് ആ റസൂലുള്ളാഹിയുടെ ഖബറിൽ വന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്, നബിയെ, നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴക്ക് ചോദിക്കണം എന്ന് ഖബറിൽ നിന്നുകൊണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആരാ വന്നത് ചങ്ങാടിമാരെ? ആരാ വന്നത്? ഏതോ ഒരുത്തം വന്നിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്, സ്വപ്നം കണ്ടു എന്നാ പറയുന്നത്. തന്നെയുമല്ല, ആ സംഭവത്തിൽ തന്നെ ദുരൂഹതകൾ എമ്പാടുമുണ്ട്. വന്ന ആളാരാന്ന് പറഞ്ഞില്ല. എന്തിനാ നിങ്ങൾക്ക് വന്ന ആളെ നോക്കണം? കോള് നോക്കിയാ പോരാന്ന് കഴിക്കണത് അല്ല, ആളെ നോക്കണം. കാരണം ഇസ്ലാം പഠിപ്പിച്ച സമ്പ്രദായമല്ല. അവിടെ ഖബറിൽ പോയി ചോദിച്ചിരിക്കുകയാണ്, മഴക്ക് വേണ്ടി ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കണേ റസൂലുള്ളാഹിനോട്. എന്നിട്ടോ റസൂല് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞുവത്രേ, ഉമറിനോട് ആ ഭരണമൊക്കെ ഒന്ന് നന്നാക്കാൻ പറ. ഉമറിനോട് പറയേ, ഒന്ന് ഒത്തിരി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന്. ഇതേതോ കുബുദ്ധികൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ താറടിക്കാറുണ്ടാക്കിയ കഥയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പേർഷ്യ റോമൻ ചക്രവർത്തിമാരെ കിടിലം കൊള്ളിച്ചുകൊണ്ട് പേർഷ്യയുടെയും റോമിന്റെയും തെരുവീഥികളിലൂടെ ഇസ്ലാമിന്റെ പതാക പാറിക്കളിച്ച് ഇസ്ലാമിക സാമ്രാജ്യത്തിന് വികാസമുണ്ടായപ്പോ അസൂയ പൂണ്ട ജൂതന്മാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തെ നെഞ്ചിലേറ്റി നടക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് താറടിക്കാൻ വേണ്ടി, ഉമറിന്റെ ഭരണം നീതിയുള്ളതല്ല, അത് മോശമാണ്, പോരാ എന്ന് നബി തന്നെ പരാതി പറഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥയാവാനേ ഇതിൽ നിർവാഹമുള്ള സുഹൃത്തുക്കളെ. അതല്ലാതെ ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ലോകത്ത് നീതി നടപ്പാക്കിയ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ?
ഉണ്ടായിട്ടില്ല. ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഇതിൽ വിമർശിച്ചിരിക്കുന്നത്. നോക്കണം, ഇനി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കലാണ് റസൂലുള്ളാഹി ഉദ്ദേശിച്ചതെങ്കിൽ ആ റസൂലുള്ളാഹിക്ക് ഉമർ ഖത്താബിനെ തന്നെ അങ്ങ് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞുകൂടെ, ഉമറേജുമാരുടെ ഒക്കെ നന്നാക്കണമെന്ന്? വേറൊരാളെ കൊണ്ട് പറയണോ? വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കണോ? അപ്പോ ഇത് കണ്ട വ്യക്തിക്ക് ഇതിൽ എന്തൊക്കെ ഉദ്ദേശമുണ്ട്. മാത്രമല്ല, ആ സംഭവത്തിൽ വന്ന വ്യക്തി ആരാണ്? സഹാബിയാണെന്ന് ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് ബിലാൽ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന സഹാബിയാണ്. ഇങ്ങനെ ഖബറിൽ വന്നത് എന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ടറായ സൈഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം തീരെ സൈഫല്ല. അയാൾ ഹദീസിന്റെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയല്ല, കളവുകൾ കെട്ടിച്ചമക്കുന്ന വ്യക്തിയാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വാറോലയും പിടിച്ചിട്ടാണ് പറയുന്നത്. എന്ത്? മഴ പെയ്താൽ മഴ പെയ്യാൻ വേണ്ടി ഖബറുകൾക്ക് പോകണം. ഇത് ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല സുഹൃത്തുക്കളെ. അതിനാൽ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? നാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പാതയിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ആ ഒരു അവസ്ഥയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതല്ലാതെ അതിനപ്പുറമുള്ള ചിന്താഗതികളിലേക്ക് പോയിക്കൂടാ. ഇവിടെയാണ് ഇസ്ലാമിന്റെ സുന്ദരമായ ഈ ഒരു ആദർശത്തിന്റെ മഹിമ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന, അവന്റെ മുമ്പിലുള്ള സുജൂദ്, അവനോടുള്ള വിനയ പ്രകടനം, ആ ഒരു മാർഗമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇതിനോടനുബന്ധമായി തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടുന്ന് പറയാറുള്ള ചില പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടിമിന്നലുണ്ടാകുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊക്കെ നിർദ്ദേശിച്ച ചില പ്രാർത്ഥനകളുമുണ്ട്. അവിടേക്കൊന്നും ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ അവയൊക്കെ വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ എല്ലാം അറിയാവുന്ന നാഥൻ പുറത്തു തരുമാറാകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ بالصالحين والحمد لله. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من يرى ويرى مناط عروقها في نحرها والمخ من تلك العظام النحل. يا من يرى مد البعوض جناحها في ظلمة الليل المهيب الأليل. يا من يرى والمخ من تلك. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ട മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ വിശദീകരിച്ചു വന്നത്. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നും ആ അനുഗ്രഹം ലഭിക്കാൻ ഇസ്ലാം നിശ്ചയിച്ച മാർഗങ്ങൾ എന്താണെന്നും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബ കിറാമും നമുക്കത് പ്രായോഗിക തലത്തിൽ കാണിച്ചു തന്ന ചരിത്ര വസ്തുതകളെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെടുകയുണ്ടായി. അതോടനുബന്ധമായി മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് സഹീഹായ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ അനുഗ്രഹമായ ഈ മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മുസ്ലിമീങ്ങൾ പറയാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു തരികയാണ് ഒരു ചെറിയ ഒരു പ്രാർത്ഥന. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ أن رسول الله صلى الله عليه وسلم كان إذا رأى المطر قال اللهم صيبا نافعا. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ 1032 നമ്പറായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. മഴ വർഷിക്കുന്ന അവസരത്തിൽ മഴ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ അല്ലാഹുവേ സയ്യിബൻ നാഫിഅ. സയ്യിബ് എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതമായ പേമാരി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നാഫിഅൻ ഉപകാരപ്രദമായ മഴയായി തീരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ സയ്യിബ് എന്ന് പറഞ്ഞാൽ മത്തർ. അല്ലാഹുമ്മ അല്ലാഹുവേ സയ്യിബൻ മഴയാക്കണം, മഴയാവണേ, നാഫിഅൻ ഉപകാരപ്രദമായ മഴയാകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. അപ്പൊ മഴ വർഷിക്കുന്ന അവസരത്തിൽ നമ്മൾ സാധാരണ അത് ചിന്തിക്കാറില്ല. പലപ്പോഴും മഴ നേരിയ നിലക്ക് തുടങ്ങി പിന്നീട് അതിന്റെ രൂക്ഷഭാവം കൊണ്ട് മഹാപ്രളയത്തിന്റെ തന്നെ നിമിത്തമായി തീരാറുണ്ട്. ഇതിന്റെ കൺട്രോൾ മനുഷ്യരുടെ കയ്യിലല്ല, മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിങ്കലാണ്. കണക്കിൽ കവിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരു സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറയുന്നിടത്ത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ
ഒരിറ്റു വെള്ളം പോലും ഇല്ലാതിരുന്ന ആ പ്രദേശത്ത് കപ്പലുണ്ടാക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയും ധിക്കാരികളായ ഈ ജനങ്ങളെ ഇനി ബാക്കിയാക്കല്ലേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മനം നൊന്തുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത അവസരം സൂറത്ത് ഖമറിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ഇവരുടെ പ്രയാസകരമായ ഈ മോശപ്പെട്ട പ്രതികരണത്തിൽ മനം നൊന്തുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ച സംഭവത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഖമറിലെ 10-ാമത്തെ വചനം, ഫദആ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. നൂഹ് അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചു, റബ്ബേ അന്നീ മഗ്ലൂബുൻ, ഞാനിതാ പരാജയപ്പെടുത്തപ്പെടാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജനങ്ങളിൽ ധിക്കാരം മുഴക്കുകയാണ്, തെമ്മാടിത്തം കൂടുകയാണ്. അതുകൊണ്ട് ഫന്തസിർ, റബ്ബേ നീ എന്നെ സഹായിക്കണം, നീ സഹായിക്കണം എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് ദുആ ചെയ്തപ്പോ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു അതേ സൂറത്തിൽ തന്നെ പറയുന്നു, ഫഫതഹ്നാ, അപ്പോൾ നാം തുറന്നു. ശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫഫതഹ്നാ അലൈഹിം അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, അവരുടെ മീതെ നാം തുറന്നു കൊടുക്കുകയുണ്ടായി. അബ്വാബസ് സമാഇ, വാനലോകത്തിന്റെ കവാടങ്ങൾ നാം തുറക്കുകയുണ്ടായി. ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളം മുഖേന. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതിനെ സംബന്ധിച്ച് അങ്ങനെയാണ്, ഫഫതഹ്നാ അബ്വാബസ് സമാഇ, ഫഫതഹ്നാ അബ്വാബസ് സമാഇ, അപ്പോൾ നാം തുറന്നു, വാനലോകത്തിന്റെ ആകാശത്തിന്റെ കവാടങ്ങൾ നാം തുറന്നു. ബിമാഇൻ മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന വെള്ളത്തോടുകൂടി, കണക്കല്ലാതെ വന്നു. സാധാരണ ഒരു മഴയല്ല, അപ്പൊ അത് ഉപദ്രവം വരുത്താനുള്ള മഴ തന്നെയാണ്. ആ വെള്ളം വന്നതോടുകൂടി ഭൂമിയിലും വെള്ളം പൊട്ടി. അങ്ങനെയെല്ലാം കൂടി ഒരുമിച്ചാണ് ആ തൂഫാൻ, ആ പ്രളയം ഉണ്ടായിത്തീർന്നത്. അപ്പൊ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരികയാണ്, മഴ അനുഗ്രഹമായിട്ട് മാത്രല്ല ശിക്ഷയായിട്ടും വരും. അറിഞ്ഞൂടാ ഇത് എന്തായിട്ടാ മാറുക. തുടക്കം ഇങ്ങനെ ഒരു ചാറൽ മഴയോ എങ്ങനെയായിരുന്നാലും പിന്നീട് അതെന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിരിക്കുകയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ വേണ്ടത് നാഫിയൻ, ഉപകാരപ്രദമായ മഴയാണ്. ഉപദ്രവമുണ്ടാക്കുന്ന മഴയുണ്ടാകരുതേ. വെള്ളത്തിന് ക്ഷാമം നേരിട്ട് പിന്നീട് മഴ പെയ്ത് പ്രളയങ്ങളും മഹാകെടുതികളും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ്. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രളയക്കെടുതി മൂലം ആളുകൾ നശിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്, നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും ഭീതിയിലായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്. ഇടുക്കി ഡാം തുറന്നുവിടാൻ പോകുന്നു, ഒരു ഡാം തുറന്നുവിടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് പരിസരത്തുള്ള ആളുകളൊക്കെ ഞെട്ടലോടുകൂടിയാണത് കേട്ടത്. എവിടെ നിന്നാണ് ഈ വെള്ളം വന്നത്? എവിടെ നിന്നാണ് ഇത് വർഷിച്ചത്? എങ്ങനെയാണ് ഒരു കൊല്ലത്തിൽ മഴ കൂടുന്നത്? എങ്ങനെയാണിത് കുറയുന്നത്? ചില ആളുകളൊക്കെ പറയുന്നു അത് പരിസ്ഥിതിയിൽ മനുഷ്യൻ ചെയ്യുന്ന ചില മാറ്റങ്ങൾ മുഖേന, കാട് വെട്ടിത്തെളിയിക്കുന്നതിലൂടെ ചിലപ്പോൾ മഴ കുറയും, അതല്ലെങ്കിൽ മറ്റേ രൂപത്തിൽ പല കാരണങ്ങളും പറയും. വാസ്തവം നേരെ മറിച്ചാണ്. ഓരോ കാലത്തും പെട്ടെന്ന് മഴ പെയ്യുന്നത് നാട്ടിലെ ആൾക്കാരൊക്കെ കൂടി മരം വെച്ച് പിടിപ്പിച്ച് മരം വലുതായിട്ടല്ല. മഴ കുറഞ്ഞു പോകുന്നത് ചിലപ്പോ അവിടെയുള്ള മരങ്ങളൊക്കെ പോയിട്ടുമല്ല. അതാണ് കാരണം എന്ന് മനുഷ്യൻ വിഡ്ഢി തീരുമാനിക്കുകയാണ്. അതാണ് ഇവിടെ മഴ കുറയുന്നത്, അതാണ് മഴ കൂടുന്നത് എന്നൊക്കെ. ഇപ്പൊ ഈ വർഷം ഇടുക്കി ഡാം തുറന്നുവിടാൻ വെക്ക അടുത്ത കാലത്തൊന്നും ഇല്ലാത്തത്ര വ്യക്തമായ നിലക്ക് ജലസംഭരണി നിറഞ്ഞു. പരിസരവാസികളൊക്കെ ഭീതിയിലായി. ആളുകളോട് മുൻകരുതലെടുക്കാൻ വേണ്ടി പറഞ്ഞു. വിനയത്തോടുകൂടി നമ്മൾ ചിന്തിക്കുക സുഹൃത്തുക്കളെ, ഇടുക്കിയുടെ പരിസര പ്രദേശങ്ങളിൽ ആര് മരം വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടാണ് ഇക്കുറി ഇത്ര കനത്ത മഴ കിട്ടിയത്? അപ്പോൾ മഴ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും മരം നടലുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില പ്രബോധന സംഘടനകൾ വരെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, അതെപ്പോഴാണ് ഈ ലോകത്തേക്ക് ഇറങ്ങേണ്ടത് എന്നൊക്കെ മരത്തുമ്മലല്ല പടച്ചതമ്പുരാൻ ഒരു തീരുമാനിച്ചിരിക്കുന്നത്, അവന്റെ തീരുമാനമാണ്.
എവിടെ ഇറങ്ങണം, എവിടെ എത്ര തോതിൽ പെയ്യണം, എവിടെ എത്ര തോതിൽ പെയ്യാതിരിക്കണം, പടച്ചതമ്പുരാന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അവിടുത്തോടാണ് പറയേണ്ടത്, അല്ലാഹുവേ സയ്യിബൻ നാഫിആ, ഉപകാരപ്രദമായ മഴയായി തീരണേ. ഇപ്പൊ മഴ പെയ്യുമ്പോ മുസ്ലിമീങ്ങൾ ആ പ്രാർത്ഥന പറയണം, അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ, ഉപകാരപ്രദമായ മഴ തരണം തമ്പുരാനെ. മഴ, ആ അനുഗ്രഹത്തെ നമ്മൾ വേറൊന്നിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് പോലും, ഒരു കാരണമായി പറയുന്നത് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം, സയ്യിദ് ബിൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം. സ്വല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി ബിൽ ഹുദൈബിയ്യ അലാ ഇസ്രി സമാഇൻ കാനത് മിനൽ ലൈലി ഫലമ്മ انصرف اقبل على الناس فقال هل تدرون ماذا قال ربكم قالوا والله ورسوله اعلم قال اصبح من عبادي مؤمن بي وكافر فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي كافر بالكوكب وأما من قال مطرنا بنوء كذا وكذا فذلك كافر بي مؤمن بالكوكب. സഹീഹുൽ ബുഖാരിയിൽ 1038 നമ്പറായും സഹീഹ് മുസ്ലിമിൽ 71 നമ്പറായിട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സഹീഹായ സംഭവമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി ഹുദൈബിയയിൽ വെച്ച് ഞങ്ങളെയും കൊണ്ട് സുബഹി നിസ്കരിച്ചു. സുബഹി നിസ്കരിച്ചപ്പോ ഒരു മഴയുണ്ടായിരുന്നു അന്നത്തെ രാത്രിയിൽ. ആ മഴ പെയ്ത പിറ്റേന്നുള്ള സുബഹിയാണ് റസൂലുള്ളാഹി നിസ്കരിച്ചത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നബിതങ്ങൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്കൊരു പ്രത്യേകമായ വഴി എന്റെ റബ്ബ് അറിയിച്ചു തന്നിട്ടുണ്ട്. ഈ മഴയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അല്ലാഹുവിനാണ് അറിയുക. വഹി കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങേക്ക് റസൂലേ, അങ്ങേക്കുമാണ് അത് അറിയുക. അപ്പൊ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, അവിടെ വെച്ച് ഒരു ആശയം പഠിപ്പിക്കുകയാണ്. അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ, എന്റെ അടിമകളിൽ എന്നിൽ വിശ്വസിച്ചവരും എന്നിൽ അവിശ്വസിച്ചവരും ഉണ്ടായിട്ടുണ്ട്. ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിൽ വടിയുറച്ച വിശ്വാസമുള്ളവരും വിശ്വാസം പൂർത്തിയാകാത്ത ആളുകളുമുണ്ട്. എന്നാൽ മഴ കാണുമ്പോൾ മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമാണ് മഴ കിട്ടിയത്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് പറയുന്ന ആളുകൾ, ഫദാലിക മുഅ്മിനും ബി, അവരാണ് എന്നിൽ യഥാർത്ഥമായി വിശ്വസിച്ച ഈമാനുള്ളവർ. അവർ കാഫിറും ബിൽ കൗകബി, നക്ഷത്രങ്ങളിലും ഞാറ്റുവേലകളിലുമൊക്കെ അവർ അവിശ്വസിച്ചവരാണ്. അതേ അവസരത്തിൽ വഅമ്മാ മൻ ഖാല മുതിർനാ ബിനൗഇ കദാ വകദാ, മഴയങ്ങ് പെയ്യുമ്പോ ഇത് ഇന്ന ഞാറ്റുവേല കൊണ്ട് കിട്ടിയ മഴയാണ്, ഇന്ന നക്ഷത്രം മുഖേന കിട്ടിയ മഴയാണ് എന്ന് പറയുന്ന ചില ആളുകളും എന്റെ അടിമകളിൽ കണ്ടേക്കാം. അത്തരക്കാരെ സംബന്ധിച്ച് റബ്ബ് പറയുന്നത്, ഫദാലിക കാഫിറും ബി, അവർ എന്നിൽ അവിശ്വസിച്ചവരും മുഅ്മിനും ബിൽ കൗകബി, ഈ ഞാറ്റുവേലയിലും നാളിലും നക്ഷത്രത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരുമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? മഴ കാണുമ്പോൾ, മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിനോട് അതിന്റെ അനുഗ്രഹത്തെ ചോദിക്കുകയും അതിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിന് ചോദിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടത്, മഴ കിട്ടിയത് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അവന്റെ ഫضലാണ്, അവന്റെ റഹ്മത്താണ്. മറിച്ച് ഇന്ന ഞാറ്റുവേലയായതുകൊണ്ട് നല്ല മഴ കിട്ടി, അല്ലെങ്കിൽ ഇന്ന് ഇന്ന ഞാറ്റുവേലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നക്ഷത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഞ്ചാംഗങ്ങളിൽ നോക്കിയിട്ട്, മലയാള പഞ്ചാംഗത്തിലോ മറ്റേതെങ്കിലും കലണ്ടറുകളിലോ നോക്കിയിട്ട് ഇന്ന് പെയ്തിട്ടുള്ള മഴ ഇന്ന നക്ഷത്രം മുഖേനയാണ്, അല്ലെങ്കിൽ ഇന്ന ഞാറ്റുവേലയിൽ കിട്ടാറുള്ള മഴയാണ് എന്നൊക്കെ പറയുന്നത് പോലും അത് കുഫിരിയത്തിലേക്ക് എത്തുന്ന സംഗതിയാണ്. അള്ളാഹുവിന്റെ ഫضലൊന്നുകൊണ്ട് മാത്രമാണ്, അവന്റെ റഹ്മത്തൊന്നുകൊണ്ട് മാത്രമാണ് എന്നല്ലാതെ ഈ ഞാറ്റുവേല കാരണമായിട്ടാണ് എന്ന് പോലും പറയുന്നത്
പെയ്യുന്നത് ഈമാനിന് നിരക്കാത്ത സംഗതിയാകുന്നു. അത്ര സൂക്ഷ്മത പാലിക്കണം എന്നാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ ഒരു മഹത്തായ ഫളലാണ്, അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അത് വേറൊന്നിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് ഒന്നുകിൽ ഈ ഞാറ്റുവേല തന്നെയാണ് മഴ തരുന്നത്